കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പ്രേക്ഷകർക്ക് അറിയാൻ നവീൻ എന്താണ്, ആരാണ്, എങ്ങനെയാണ്, എപ്പോ, എന്തൊക്കെ, ആരോടൊക്കെ എങ്ങനെയൊക്കെ പറയുന്നുള്ള പ്രേക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത് വിഷ്ണു അവിടെ പോയത്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ട് കണ്ടായിരുന്നാ? അവാർഡല്ല മറ്റേ ഇരുന്നത്. ഞാൻ കണ്ടിട്ട് അതൊന്നുമില്ല. അതെന്താന്നറിയോ, എന്റെ പ്രേക്ഷകർ ഷോർട്സ് അല്ല, അത് ജിമ്മിലിട്ട് ഇങ്ങനെ ഇരുന്ന് എന്ത് സംസാരം കവച്ചിരിക്കാനാ. ഇങ്ങനെ ഇരുന്നിരുന്ന ഇങ്ങനെയല്ലെന്ന് പറയാന് ഇതിലെന്താ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിപ്പിലെന്താ ഇതിന് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇപ്പൊ കാണിക്കും. അല്ലല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് അധികം ഇതൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 100 ലൈക്കൊക്കെ കിട്ടാറ്. പക്ഷെ ആ ഫോട്ടോ ഇട്ടതിന് ശേഷം 1500 ലൈക്ക് നിമിഷ നേരം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഇവനെ അങ്ങനെ കാണാനാണ് ജനത്തിന് ഇഷ്ടം. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അതിന്റെ താഴെ ഒരു കമന്റ്, എന്റെ നവീനേട്ടാ. അത് എന്റെ പൊന്നിയേട്ടാ, എല്ലാവർക്കും എന്നോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയാം. അനീഷേട്ടനും അപ്സരക്കും എല്ലാവർക്കും എന്നോട് ഒരു പ്രത്യേക ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല, നമ്മള് ശരീരം ഉണ്ടാക്കണം എന്തിനാണ്? പ്രദർശിപ്പിക്കാൻ. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചി, ഇവനായി ഇരുന്നത് നല്ലൊരു പോസ്റ്റായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞ ആ വാക്ക്, അല്ല ആ വാക്ക് എന്താ പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ ഒരു ടീമല്ലേ ചേച്ചി? ചേച്ചി എന്തിനാ കവച്ച് വെച്ച സ്ഥലത്തോട്ട് നോക്കുന്നത്? അല്ലല്ല, ചേച്ചി പറഞ്ഞ ആ വാക്കിനെ കവച്ച് വെക്കാൻ വേറൊരു വാക്കില്ല. പിന്നെ ഞാനെന്നാ പിന്നെ ഒന്നുകൂടി അവിടെ പോയി പോയിരുന്നു. നവീന്റെ മനസ്സിന്റെ അകത്തുള്ള ഒരു ഡയലോഗ് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ പോയിക്കോട്ടെ. കാന്താര സിനിമയിലെ ആർട്ട് ഡയറക്ടർ, മേക്കപ്പ് അസിസ്റ്റന്റ് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അവിടെ ഒരു തള കാണാനില്ലെന്ന്. ഞാൻ ഇന്ന് ഇട്ടോടുന്നപ്പോഴും അനീഷേട്ടൻ എന്തെങ്കിലും പറയുന്നത് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ബാലുവാണ് എന്നെ വിളിച്ചത്. റുഡ്ഡുകല്ലു ബാലു അവിടെ നിന്നാണ് വിളിച്ചത്. പക്ഷെ ഈ പണ്ടത്തെ സിനിമകളിലെ ഈ ജയിൽ പുള്ളികളെ കഴുത്തിൽ ഞാനതിനെ കാന്താരിയുമായിട്ട് ഈ കാന്താരി അതിനെ ദീപന്റെ കോസ്റ്റ്യൂമും വിത്ത് ആ തള, അത് ഉഗ്രനായിരുന്നു. ഏതോ കട. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ കൂട്ടത്തില് നന്നായിട്ട് അല്ലേ രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന മേക്കപ്പാ. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന മേക്കപ്പാ, 11 മണിക്ക് തിരിച്ചു വരത്തുള്ളൂ. പക്ഷേ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർ പറയും, ഞാൻ മേക്കപ്പ് ഇട്ട് ബിസ്ക്കറ്റ് കടി കടിച്ചപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഈ ബിസ്ക്കറ്റ് ഇട്ട് മേക്കപ്പ് കാരണം കാണാൻ പറ്റിയില്ല. ബിസ്ക്കറ്റ് ഏതാണ്? മറ്റൊരു ശ്രദ്ധയ്ക്ക് യമുന ചില പൊസിഷൻ മാറിയിട്ടുണ്ട്. കാരണം വലത്തെ ചെവിയുടെ മേലാണ് വെക്കാറുള്ളത്. അയ്യോ, നിങ്ങൾ പൂക്കാരികളാണ്. പൂവച്ചൽ ബീന. പക്ഷെ എനിക്ക് എന്താ അറിയോ, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്, ഈ താടി. ഇത് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഇത് ഇളകിയിരിക്കുന്നു. ഈ കറുപ്പും കൂടെ മാച്ച് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇത് വേറൊരു പീസും ഇത് വേറെ പീസും പോലെ. അല്ല, ഈ പണ്ടത്തെ നമ്മൾ നോക്കുമ്പോ ഈ അമ്മാമ്മമാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നല്ല നല്ല ആന്റിമാർ ചേച്ചിമാരൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴ് നല്ല നീളമുള്ള മുടിയിൽ തുമ്പത്ത് ഇങ്ങനെ തുളസി കതിര് വെക്കാൻ വേണ്ടി തുമ്പത്ത് കെട്ടൂലേ, ഇത് ഫ്രണ്ടിലായി പോയി അപ്പൊ ഈ മുഖം മറച്ച ബാക്കായിട്ട് തോന്നുന്നു. അങ്ങനെ മുടി എന്റെ വല്യമ്മ ശാർക്കര അമ്പലത്തിൽ കൊണ്ട് ആ ദിവ്യയുടെ തലയെ കൊള്ളും. ഇല്ല, ഞാൻ ഒതുക്കി ഒരു സൈഡിലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചേച്ചിക്ക് വന്നേച്ചി, എനിക്ക് മതിയാവുന്നില്ല. ചേച്ചിക്ക് വന്നേ. വിളിക്കേണ്ടത്
ആണോ അങ്ങനെ ഒരാളെ നോക്കിയാണ് അതെന്താടാ ഞാൻ പോയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല അല്ല ഇവിടെ എപ്പോഴും പൂ വെക്കുമ്പോ അതില് ഞാൻ ഇന്ന് ആദ്യമായിട്ട് വെക്കുമ്പോ അതില് പൂക്കാരി പൂക്കാരി ഞങ്ങൾ വെറുതെ നടക്കട്ടെടാ. രണ്ടുപേരും ഒരേ സൈഡ് അയ്യോ, എന്ത് ചോദ്യം രണ്ടുപേരും ഒരേ സൈഡിൽ ഒരു പാട്ട് പോയിട്ടാ ഒരു ഡാൻസും കൂടെ ആവും. ഞങ്ങൾ പാട്ട് വെച്ച് നടക്കാം. ശരിക്കും ഇത് ഇത് രണ്ടുപേരും ഇങ്ങനെ ഒരാൾ കിഴക്കോട്ട ഒരാൾ തിരുവനന്തപുരം കിഴക്കോട്ട തിരുവനന്തപുരം കിഴക്കോട്ട തിരുവനന്തപുരം കിഴക്കോട്ട തിരുവനന്തപുരം ചെളിക്കുത്ത് അതല്ലേ മാങ്ങപറി ചെളിക്കുത്ത് മാങ്ങപറി അത് തന്നെ. അപ്പൊ താങ്ക് യൂടാ. പക്ഷെ എന്നാലും നന്നായിട്ടുണ്ട് സുന്ദരികളായിട്ടുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ ചേച്ചിയുടെ കമ്പനിയുടെ ആണോ അത് ഇത് എന്റെ കമ്പനിയുടെ അല്ല വേറെ അവര് കമ്പനിയുടെ. പറയുന്നത് ഇത് എന്റെ സ്വന്തം സാരി. നന്നായിട്ടുണ്ട് സുന്ദരി. ചേച്ചിയുടെ dressing. വീട്ടില് ഗീവ് ചെയ്തെടുത്തത്. അതെ 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 ചേച്ചി ഡയറി എഴുതി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ചെറിയൊരു സാധനം തൂക്കിയിട്ടുണ്ട് ഡയറി അല്ലേ ഇത് ബിസ്ക്കറ്റിന്റെ ഓർമ്മയ്ക്കാ ബിസ്ക്കറ്റ് നമ്മളെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇത് എടുത്ത് രാവിലെ എടുത്ത് മേലെ വെക്കുന്നത് ബസ്സിലെ